ഈ ഭീകരന്മാർക്ക് ഇവനങ്ങോട്ട് ഇട്ട് കൊടുത്താലോ. ഇന്ന് ഫാമിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യം പോയിട്ട് നമ്മുടെ മിട്ടുവിന്റെ അടുത്ത് കേട്ടാ. നമുക്കൊരു മഴയത്ത് വെള്ളത്തിന്റെ ഒപ്പം നമ്മുടെ ഫാമിലേക്ക് കയറി വന്നാണ് കേട്ടാ നമ്മുടെ മിട്ടു. അന്ന് മുമ്പൊരാൾ വളരെ ചെറുതായിരുന്നു കേട്ടാ. മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ പൊക്കിൾക്കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നാൾ നമ്മുടെ കൂടെ ഒരു ചെറിയ അക്വരത്തിലാട്ടാ മിട്ടു ഉണ്ടായിരുന്നത്. അവനടുത്ത് നമ്മുടെ വലിയ പോണ്ടുകളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവനതിലേക്ക് ചാടാൻ റെഡി ചെയ്തിരിക്കായിരുന്നു കേട്ടാ. പക്ഷെ ഞാൻ അതിലേക്ക് ഇട്ടില്ല കേട്ടോ. പക്ഷെ അവൻ ഒരുപാട് വിഷമമായെന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവന്റെ കാലൊന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തു. അവിടെ നിന്ന് ഞാൻ നേരെ അവനെ കൊണ്ടുപോയത് പുറത്തുള്ള ഒരു അടിപൊളി പോണ്ടിലേക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ഒരുപാട് ഭീകരന്മാര് ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇവന് ഇട്ട് കൊടുത്താൽ നേരെ കപ്പലണ്ടി കഴിക്കണ പോലെ കഴിച്ചാല്. നമ്മുടെ ഇവിടെ രണ്ട് തരത്തിലുള്ള ആമേനാട്ടാ പാടത്തും കുളത്തിലൊക്കെ കണ്ടുവരുന്നത്. ഒന്ന് കാരാമ, രണ്ട് വെള്ളാമ. വെള്ളാമനെയാണ് പണ്ട് ആൾക്കാർ കഴിക്കാനൊക്കെ എടുത്തിരുന്നത്. ആ ഒരു വെള്ളാമയുടെ കുഞ്ഞാനിടാ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇവനെ ഇവിടെയാണ് ഞാൻ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അവന് ഏറ്റവും അടിപൊളി സ്ഥലവും ഇത് തന്നെയാണ്. അധികം വെള്ളമില്ലാത്തൊരു പാടാണിത്. ഇവിടെ ഇവന് കഴിക്കാനും ഒരുപാട് സാധനങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ ഒളിച്ചിരിക്കാനും ഒരുപാട് പുല്ലും കാര്യങ്ങളുള്ള കാരണം തന്നെ ഇവൻ ആരും പിടിച്ചുകൊണ്ടുപോയില്ല. ഏകദേശം 1 മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മിട്ടുവിനെ നമ്മൾ ഇവിടെ അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് പച്ചപ്പ് വെള്ളമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മിട്ടുവിന് ഒരുപാട് സന്തോഷമായിട്ട് ഇറങ്ങിപ്പോയിട്ട്. അപ്പൊ നമ്മുടെ മിട്ടുവിന് ഇവിടെയാണ് ജീവിക്കാൻ പോണത്. അപ്പൊ ഇനിയും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിലായിട്ട് ഞാൻ വരാം. അതുപോലെ എല്ലാവർക്കും ബൈ.